ടെറിട്ടറി ഓഫ് ജോർജിയയുടെ അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ KFCന്ന് ഫുഡ് കഴിച്ചു. ഇനി നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിനിറ്റി ചർച്ചാണ്. അപ്പോൾ ചർച്ചിൻ്റെ അടുത്തേക്ക് പോകുന്ന യാത്രയിലാണ് നമ്മളുള്ളത്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കടൽ നിരപ്പിന്ന് ഏകദേശം 3200 മീറ്റർ വരെ ഉയരത്തിലുള്ള മലനിരകളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് പോകേണ്ട ട്രിനിറ്റി ചർച്ചിൻ്റെ അടുത്തേക്ക് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമുക്ക് കാണിക്കുന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ കൂടിയുള്ള യാത്ര ഉണ്ടല്ലോ, കാരണം താഴേക്ക് നല്ല കൊക്കയാണ്, ഏറ്റവും ഉയരത്തിൽ കൂടി ഈ ചുരമാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരുപാട് വലിയ കയറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ചുരം റോഡാണെങ്കിലും വലിയ വലിയ ഹെയർപിൻ വളവുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വലിയ കയറ്റം കയറുന്ന ഒരു ഫീലും ഇതിലില്ല കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷിൻവാലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിസർവോയറിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡിലാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കാണുന്ന നമുക്കൊരു ഡാം കാണാം. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് ഇവിടെ ജനറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പർപ്പസ്, പിന്നെ ടിബ്ലിസിലേക്കുള്ള വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ മിക്കവാറും നിറവേറ്റുന്നത് ഈ ഒരു റിസർവോയറിനാണ്. ട്രിനിറ്റി ചർച്ചിലേക്കുള്ള യാത്രാമധ്യേ കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ആ ഡാമിനോട് നമ്മൾ കണ്ടില്ല, നേരത്തെ കണ്ട ഡാമിൽ ആ റിസർവോയർ ഏരിയയിലുള്ള ഒരു പഴയ ഒരു പള്ളിമാരിയുള്ള ഒരു ബിൽഡിങ്ങും പിന്നെ നല്ല കുറേ ആളുകളൊക്കെ അവിടെ കാണാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തി നമുക്കൊന്ന് പോയി നോക്കാം ഇതെന്താ സംഭവം എന്നുള്ളത്. ഒരു വല്ലാത്ത വൈബ് സ്ഥലത്താട്ടോ ഇപ്പോൾ നിർത്തി. ആനനൗരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ഹൈവേൻ്റെ സൈഡിലുള്ള ആ റിസർവോയറിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ പല ആക്ടിവിറ്റീസും കാണാം. പാരാഗ്ലൈഡിങ്, പിന്നെ ബോട്ടിങ്, പിന്നെ ബഗ്ഗിയിൽ കൊണ്ടുപോയിട്ട് ഈ സൈഡിൽ കൂടിയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കും. അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. ആ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടില്ല താഴെ, അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ബഗ്ഗിയിൽ പോകാം നമുക്ക്. ബോട്ടിങ്, അത് അവിടെ നടക്കുന്ന ബോട്ടിങ് അടിപൊളി ഒരു വൈബ് കിട്ടും. ശരിക്കും ഇതൊരു യൂറോപ്യൻ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മളൊരു സ്വിറ്റ്സർലൻഡ് പോയ മാതിരി ഒരു ലുക്ക് ഉള്ളൊരു സ്ഥലം. നമ്മൾ ഈ കണ്ട കോട്ട പോലെയുള്ള ഒരു മൊണാസ്ട്രി കേട്ടോ. അപ്പോൾ മൊണാസ്ട്രിയിൽ കയറേണ്ടതിന് കുറേ ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈ ട്രൗസർ ഇട്ടാൽ ബനിയൻ മാത്രം ഇട്ട്, പിന്നെ പെറ്റ്സിനൊന്നും അലൗഡ് അല്ല, അങ്ങനെയുള്ള ക്യാമറ അലൗഡ് അല്ല, ഫോണിൽ ഫോട്ടോ എടുക്കൽ അലൗഡ് അല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്താണ് അതിൻ്റെ മുകളിൽ പോയിട്ട് അതിനുള്ളിൽ പോയിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ആ മൊണാസ്ട്രിയിലേക്ക് പ്രവേശിച്ചിട്ടു. ഒരുപാട് കൽപ്പടകൾ കയറി മുകളിലേക്ക് പോവാം. ഒരു പഴയ സൈസ് കല്ലിൽ പണിതിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. കാര്യമായിട്ടുള്ള മെയിൻ്റനൻസുകളൊന്നും നടത്താതെ തന്നെ ഇപ്പോഴും സ്ട്രക്ചറിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് നിലനിൽക്കുന്ന ഒരു മൊണാസ്ട്രിയാണ് കേട്ടോ ഇത്. ഇതിവിടെ കണ്ടില്ലേ ഒരുത്തൻ ഇവിടുത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോസ് ചെയ്യുന്ന, ഒരു ബടൻ്റെ വേഷം ധരിച്ച് പോസ് ചെയ്യുന്ന കാണുന്നത്. ടിബ്ലിസിയിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഇവിടെ ഇത്. ഇവിടെ ഒത്തിരി ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമ്മൾ കാറ് വെക്കാൻ പോയടത്തിലൊക്കെ നിറയെ കാറുകളായിരുന്നു. ഈ ബോട്ട് ട്രിപ്പ്, പിന്നെ ഓഫ് റോഡിങ്, പാരാഗ്ലൈഡിങ് എല്ലാം കൂടി പെർ പേഴ്സൺ പറയുന്നത് 500 ജല്ലാട്ടോ ഏകദേശം. അപ്പം കുട്ടിയൊക്കെ അറിയാലോ, ഒരു 15,000 റുപ്യ വരും. നല്ല പൈസയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു ഭാഗത്ത് നമ്മളെ റിസർവോയർ കാണാം. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റി ഏരിയ അവിടെ ഉണ്ട്. പിന്നെ കുറേ അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇവിടെ നിന്നൊക്കെ നല്ല ലെവലിൽ നമുക്ക് നേരത്തെ നമ്മൾ കയറിയിരിക്കുന്ന മൊണാസ്ട്രി കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ഈ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുന്ന സ്ഥലം. ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ബോട്ടുണ്ട്. ആ മൊണാസ്ട്രീൻ്റെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കാണുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. ഇവിടെയാണ് വാട്ടർ സ്പോർട്ടിൻ്റെ ഒക്കെ സ്ഥലം. പിന്നെ പാരാഗ്ലൈഡിങ് ഒന്നും ആരും നടത്തുന്നത് കാണുന്നില്ല. ഇനി ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അതൊന്നും ആരും ചെയ്ത് കാണുന്നില്ല. പിന്നെ അങ്ങനെയുള്ള കുറേ സുവനീറുകളൊക്കെ കടകളുണ്ട്. ക്യാപ്പ്, അങ്ങനെ ഡ്രസ്സ്, കോട്ട്, ഇതൊക്കെ സാധനങ്ങളുണ്ടാവും. അങ്ങനെ ട്രിനിറ്റി ചർച്ച് നമ്മൾ യാത്ര തിരിച്ചു കിട്ടും. നമുക്ക് ഒരുപാട് ഓടാനുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇത് ചുരം റോഡല്ല. പക്ഷേ ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയുടെ താഴ്വരയിൽ കൂടെയുള്ള, അല്ലെ മഴേൻ്റെ അതിൻ്റെ കൂടെയുള്ള റോഡാണ്. പക്ഷെ അതിനൊരു കവർ ചെയ്തുകൊണ്ട് ഒരു ചുരം സ്റ്റൈൽ ഇത് കണ്ടില്ലേ, മുന്നേ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുകളിൽ നിന്ന് പാറക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉരുണ്ട് വരാൻ പോകുന്ന അപകടം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാതയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ കുറേ എണ്ണം കാണാം നമുക്ക്.
പിന്നെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. റോഡ് ക്രോസ് ചെയ്യുന്ന ചെമ്മരിയാടുകൾ. ഇതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ആടുകളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ല, കുറേ നായ്ക്കളും ഉണ്ടാവും. കാരണം ഇവരുടെ സംരക്ഷകരെന്ന അവർ തലയുയർത്തി പിടിച്ചിട്ട് ഇവരൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. പിന്നെ ഒരു ആട്ടിടയനും ഉണ്ടാവും. എത്ര സമയമാണോ ഇവർ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അത്രയും സമയം നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. ഒത്തിരി വണ്ടികൾ ഇപ്പം ബാക്കിലേക്കായിട്ടോ. പിന്നെ വലിയൊരു ട്രാഫിക് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമില്ല. ഇത് വല്ലാത്തൊരു ഇതായിട്ടോ. നമ്മൾ ഇത്തിരി ദൂരം പോയിട്ടേ ഉള്ളൂ, മുന്നോട്ട് ഒരു 100 മീറ്റർ പോയിട്ടേ ഉള്ളൂ അടുത്ത ബറ്റാലിയൻ എത്തിയിട്ടു. അതും ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവർ ക്രോസ് ചെയ്ത് ഇരിക്കാനും കുറച്ച് സമയം വേണം. ഇതിൻ്റെ കൂടെ എവിടെയോ ഞാനൊരു നായ്ക്കുട്ടീനെ കണ്ടിരുന്നു കേട്ടോ. അത് ക്രോസ് ചെയ്ത് പോയി തോന്നുന്നു. ഇനി എന്തായാലും ഇവർ പോകുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തേ മതിയാവും. എന്ത് രസമാണെന്ന് നോക്കി മലനിരകൾ കാണുന്നതിന്. താഴേക്കൂടിയുള്ള നല്ല മഞ്ഞ് സമയമൊക്കെ വരുമ്പോൾ ഒരു അരുവിയായി മാറുന്ന സ്ഥലമാണ് താഴെയുള്ളത്. മുകളിലൊക്കെ മുട്ടക്കുന്നിൻ്റെ മുകളിൽ ഒരു പുല്ല് പോലും ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് കാണാം, ചില ഏരിയയിൽ ഒരു പച്ചപ്പ് കാണാം. പക്ഷെ അവിടെ ഒരു ടൗണ് രൂപപ്പെട്ടിട്ടുണ്ടാവും. താഴെയൊക്കെ വാഹനങ്ങൾ കാണാം, അപ്പുറത്ത് അതാ കുറേ വീടുകൾ കാണാം നമുക്ക്. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിത രീതി കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ മലകൾ. അപ്പോൾ ഈ യാത്രയിൽ നമ്മളിപ്പോൾ വേറൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. അപ്പോൾ ഇങ്ങനെ സ്വന്തം വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ കാണുന്ന എവിടെ അട്രാക്റ്റീവായ സ്ഥലങ്ങളിലൊക്കെ നിർത്തി അതിങ്ങനെ കാണാൻ നല്ല സൗകര്യം. ഈ മെയിൻ അട്രാക്ഷൻ സ്ഥലത്തൊക്കെ ഉള്ളൂ നമ്മളത് ടൂറൊക്കെ ബുക്ക് ചെയ്ത് അവർ നിർത്തുക. പക്ഷെ ഇതൊരു മെയിൻ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ നിൽക്കുന്നത് കാണാം. ചുറ്റും നോക്കിയാൽ മലകൾക്ക് നടുവിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തൊരു സാധനം അതിന് പറയുന്നത് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. കുതിരസവാരി ഉണ്ട്, പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിന് പെർ ഹെഡ് 350 ചാർജ്. കുതിരക്കാരൊക്കെ വന്ന് സമീപിച്ചിരുന്നു. നമ്മളിപ്പോൾ കുതിരയിലൊന്നും കയറുന്നില്ല. നമുക്ക് ഇവിടുന്ന് നല്ല വ്യൂ പോയിൻ്റാണ്. അതൊരു വ്യൂ പോയിൻ്റാണ്. അവിടേക്ക് ആൾ കാണാം. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, സാരി ഉടുത്ത ഒരു പെണ്ണുങ്ങൾ. നമ്മൾ ജോർജിയയിൽ വന്നിട്ട് അപ്പോൾ ഒരു സാരിയിൽ ഇതവിടെ എന്താ പ്രിപ്പയർ ചെയ്യുന്നു. ഇലയിലെ സദ്യ കാണാം, പൊറോട്ട കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കൊരു മലയാളിയുടെ കടയാവാം. ഇന്ത്യൻ, അറബിക്, ചൈനീസ് എന്നൊക്കെ എഴുതി വെച്ച് കാണാം. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് എവിടെ പോയാലും മലയാളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ബട്ടർ ചിക്കൻ മസാല, ഫ്രൈഡ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാം ഏകദേശം ഇന്ത്യൻ കേരള ഫുഡൊക്കെ തന്നെ. ഓക്കെ കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ കറങ്ങി വരാം നമുക്ക്. ഇവിടെയൊക്കെ എവിടെ വേണമെങ്കിൽ ബഗ്ഗി ഉണ്ട്. പിന്നെ അതല്ലാതെ 4 വീൽ ഡ്രൈവുള്ള വണ്ടികൾ കാണാം. ഇത് കണ്ടില്ല, ഇതിലൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഇതിൽ കൊണ്ടുപോയിട്ട് സ്ഥലമൊക്കെ കണ്ടുവരാം. അടിപൊളി സ്ഥലം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഏകദേശം ഇവിടെ ഇപ്പോൾ 10ൻ്റെ അടുത്താണുള്ളത്. അതിനനുസരിച്ചുള്ള തണുപ്പും കാണാം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് കയറേണ്ട ഇതിലാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വ്യൂ കിട്ടണമെങ്കിൽ ഡ്രോണിൽ എടുക്കണം കേട്ടോ. അപ്പോൾ പല വലിയ വലിയ ബ്ലോഗർമാരൊക്കെ ഡ്രോണൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ട് എടുക്കുന്നുണ്ടാവുക. നമ്മൾ ആ ലെവലിലെത്തുമ്പോൾ നമുക്ക് ഡ്രോണിൽ നോക്കാം. ഇപ്പോൾ ഇതേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വന്നാൽ ഇതാണ് ആ വ്യൂ പോയിൻറ്റിൻ്റെ. അവിടെ പോയിട്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. തണുത്തിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല നല്ല തണുപ്പാണ്. പനോരമിക് വ്യൂ, പനോരമ റെസ്റ്റോറൻറ്റ് പനോരമയാണ്. കരിങ്കല്ലിൽ ഭംഗിയായി നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോം കേട്ടോ. അതിൻ്റെ മുകളിലേക്കുള്ള വാളിൻ്റെ മുകളിലൊക്കെ മനോഹരമായ ചിത്രപ്പണികളൊക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സ്ഥലം എന്നേ ഇതിന് പറയാനുള്ളൂ. കാരണം ഒരു മലേൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഈ മലേൻ്റെ മുകളിൽ നിന്ന് ചുറ്റുവട്ടത്തേക്കൊക്കെ നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ അതിഗംഭീരം എന്നേ പറയാനുള്ളൂ. സൂപ്പറായിട്ട് നമുക്കിങ്ങനെ കാണാം. ആ എൻഡിലൊക്കെ പോയി നിൽക്കണ കണ്ടില്ലേ. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ അവിടെ അതൊരു പോണ്ട് കാണാം, ഒരു പച്ച വെള്ളമുള്ളത് കാണാം. പിന്നെ ഇത് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇതിന് ഭംഗി കൊടുക്കുന്നത് കേട്ടോ. ഈ പാരാഗ്ലൈഡിങ് ഒരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഈ ചുറ്റുള്ള മലേൻ്റെ ഏറ്റവും ടോപ്പിൽ കൂടി അത് പോകുന്നത്. അപ്പോൾ കാഴ്ച അതിഗംഭീരമായിരിക്കും. ഇത് നല്ലൊരു രസമുള്ള ഒരു മയിൽപ്പീലി പോലെ ഇല്ലേ, ഒരു മയിൽപ്പീലി വിടർത്തി നിൽക്കുന്നത്. അത് കണ്ടിട്ട് എടുത്താണ് കേട്ടോ ഞാനിത്. ഞാൻ ജോർജിയയിലേക്ക് വെറുതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ജോർജിയയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ ജോർജിയയിൽ ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട്. കാരണം ഈ മലകളും പ്രകൃതിയൊക്കെ കൂടി കണ്ടിട്ട്
അപ്പോൾ നല്ല സൂര്യൻ ഉണ്ട് കേട്ടോ അവിടെ. വൈകുന്നേരം 4 മണിയായി. അടിപൊളി വ്യൂ അല്ലേ നോക്കിയത്. ഇതിൽ കൂടുതൽ എന്താ നമ്മളിനി കാണേണ്ടത്? അടിപൊളി അല്ല, ചുറ്റുവട്ടത്തും മലകളായിട്ടുള്ള ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലാത്തൊരു ലൊക്കേഷനിലാണ് കേട്ടോ എത്തിയപ്പോൾ നമ്മളടുത്ത്. ഇവിടെ ഒരുപാട് ആൾ, ഇത് കണ്ടില്ല, ഫോഗാണ് ഇവിടെ. സൂര്യൻ മുകളിലുണ്ട്, കംപ്ലീറ്റ് ഫോഗ് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒക്കെ ഇപ്പോൾ ഇരുടാവുന്ന അപ്പോൾ മുകളിൽ അവിടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മൂടിപ്പോയി. ഇപ്പോൾ ഞാൻ കാണിച്ച സ്ഥലമൊക്കെ കംപ്ലീറ്റ് മൂടി. അടിപൊളി സ്ഥലം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് കുറച്ച് ക്ലിയർ ആയിട്ട്. അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ മൊത്തം ഇതായില്ല, മൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ റെഡിയായി. ഇപ്പോൾ നേരത്തെ ക്ലിയർ ആയിട്ടോ. ഓക്കെ, ഒക്കെ ക്ലിയറായി. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫോഗ് മാറിക്കൊണ്ടിരിക്കുക. താഴെയാണ് ഇപ്പോൾ വലിയ സ്ട്രോങ്ങിൽ താഴെയുണ്ട്. നമ്മൾ താഴെ പാർക്ക് ചെയ്തു. ആ മുകളിലൊരു മൊണാസ്ട്രി കണ്ടില്ലായിരുന്നു, അതിലിരുത്തപ്പോൾ എത്തി. ഇതിൻ്റെ മുകളിലേക്ക് ഇനി സ്ഥലം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, അത്രയും മുകളിൽ ഹൈറ്റിലെത്തി. ഇവിടെ വന്നിട്ട് നോക്കിയാൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴാണ് ഇതേമാതിരി മേഘങ്ങൾ താഴെ കാണും. ഇതിപ്പോൾ മേഘങ്ങളൊക്കെ താഴെയാണ്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള വ്യൂ നോക്കിയാൽ ഇതട്ടോ, ഈ മൊണാസ്ട്രിയാണ്. ഇതിൻ്റെ എന്തൊക്കെയോ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറേ പണികളൊക്കെ നടക്കുന്ന പണിക്കാരിയൊക്കെ കാണാം നമുക്ക്. ഇവിടുന്ന് ഒരു പനോരമിക് വ്യൂ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. ഒരു 1.5 വ്യൂ ആണിത്. പിന്നെ മക്കളിവിടെ ഇപ്പോൾ 8 ഡിഗ്രി ആട്ടോ. അപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. ഇനിയും നമ്മൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴേക്ക് എന്താ സ്ഥിതി എന്നറിയില്ല. നന്നായിട്ട് വായ കൂട്ടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഈ മൊണാസ്ട്രീൻ്റെ ഉള്ളിലേക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ നിബന്ധനകളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇതാ, ചപ്പലൊക്കെ ഇട്ട് പോകാൻ തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ഇരുടാണ് ഉള്ളിൽ. ഞാനൊന്ന് പോയി നോക്കി വരാം. 2170 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു കുരിശിൻ്റെ ആകൃതിയിലുള്ള ഒറ്റ കപ്പോളയിൽ തീർത്ത ഒരു ജോർജിയയിലുള്ള ഏക പള്ളിയും കൂടിയാണ് ഇത്. അപ്പോൾ ഇത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മൊണാസ്ട്രിയാണ് കേട്ടോ. മെഴുകുതിരി വെട്ടത്തിൻ്റെ പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഈ മൊണാസ്ട്രിയെ ഇവിടെ ഇപ്പോഴും ആരാധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കാവൽക്കാരുണ്ട്, പുള്ളിയൊന്നും അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കിട്ടു. ഇതാണ് ട്രിനിറ്റി ചർച്ച്, അതിൻ്റെ മുകളിൽ അവിടുന്ന് ഉള്ള വ്യൂ ആണിത്. അപാര വ്യൂ. മുകളിലും ഫോഗ്, താഴെയും ഫോഗ്, നടുക്കൊരു സ്ഥലം. ഒരു പനോരമിക് വ്യൂ ആണിത്. ഈ കിടിലൻ തന്നെ, കിടില. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ കാഴ്ച കാണുന്നത്. അപ്പോൾ ഒരു ലോങ് റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിട്ടോ. കസ്പഗിയിലെ അറോണിയ ഹോട്ടലാട്ടോ ഇത്. ലൈറ്റ് വന്നാച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയുള്ളതേ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 4 ആൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയതാ. 2 ബെഡ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ബെഡ് ഇത് അവിടെ ഇതുണ്ട്. പിന്നെ വേണമെങ്കിൽ ആളുണ്ടെങ്കിൽ 4ാമത്തെ ആൾക്ക് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല റൂം കേട്ടോ, നല്ല സൗകര്യമുള്ള റൂം. ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ബാത്തിനൊരു സെപ്പറേറ്റ് സ്ഥലം, ഇതൊക്കെ ഷാമ്പു ഒക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റിൽ സാധാഗതിയിൽ വെള്ളം ഉണ്ടാവാറില്ല. ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. വെള്ളമില്ല ഇവിടേക്ക്, അങ്ങനെ അധികം വെള്ളം ഉണ്ടാവില്ല തോന്നുന്നു. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നമുക്ക് ഇതാണ് ഇവിടുത്തെ സിറ്റി വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. സിറ്റി ഒന്നും ഇപ്പോൾ ഇവിടെ തെളിഞ്ഞ് കാണുന്നില്ല കേട്ടോ. സിറ്റീൻ്റെ മുകളിലൊക്കെ മഞ്ഞാണ്. മഞ്ഞ് മീൻസ് ഫോഗാണ്. അപ്പോൾ അവിടേക്കൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ബാക്കിലൊരു ചെടിയിൽ നിറച്ച് ആപ്പിൾ കാണാം കേട്ടോ. അത് വേറെ ആളെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രാവിലേക്ക് ഒന്ന് പോയിട്ടൊന്ന് ഫോട്ടോ എടുത്ത് വരാം. ഫോഗ് പോയി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ആ സിറ്റിയൊക്കെ കാണാം. പിന്നെ നമ്മളിന്ന് പോയിട്ടില്ല മലേൻ്റെ മുകളിലുള്ള ട്രിനിറ്റി ടെമ്പിൾ, അപ്പോൾ അതും കാണാം നമുക്ക് ഇവിടുന്ന്. നമ്മളെ കമ്പനിക്കാരാണ് കേട്ടോ ഇത്. കിഡ് സ്ഥലമാണ് കേട്ടോ, നല്ല തണുപ്പ്. നമ്മൾ ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനാലിലൊക്കെ പോയാൽ അവർ ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്കിനി വീണ്ടും സന്ധിപ്പേൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1 ആണ് കേട്ടോ ടെമ്പറേച്ചർ. നല്ല തണുപ്പാണ്. ഞാൻ ഇതിൻ്റെ ബാൽക്കണിയിലാണല്ലേ റൂമിൻ്റെ. ഇവിടെ പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല. റൂമിൽ ഹീറ്ററാണ്, ചൂടുണ്ട്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ പല വഴിക്ക് പോകുന്നുണ്ട്, പോകുന്ന വഴിക്കുള്ള എല്ലാം നമ്മളതിൽ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ സഹകരണമൊക്കെ വേണം, സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞാൻ താമസിക്കുന്ന അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയൊരു വ്യൂ ആണ്. കാരണം ഈ പറഞ്ഞ ജോർജിയ എന്ന് പറഞ്ഞ മൊത്തം മലകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതേമാതിരിയുള്ള ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു ഹിൽ സൈഡിലാണ്. ഇവിടെ കുറേ ദൂരേക്ക് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു മഞ്ഞുകളൊക്കെ ഉള്ള പർവ്വതങ്ങളും കാണാം നമുക്ക്. നല്ല വെള്ളയിൽ തിളങ്ങുന്നത് എത്ര കണ്ട് കാണുന്നറിയില്ല. പിന്നെ കണ്ടില്ല ഈ പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് ഒരു ടെമ്പിൾ കാണാം. പിന്നെ ഇത് നമ്മളെ അയ്യപ്പൻ മാത്രമല്ല, എല്ലാ ദൈവങ്ങളും മലേൻ്റെ മുകളിലാണ് പോയി ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടാൽ. ഞങ്ങൾ ഇന്നലെ പോയതൊക്കെ പല മൊണാസ്ട്രി ഒക്കെ മലേൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. നല്ല ഹോട്ടലിൽ ചൂടുവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, യാത്ര തുടരുക. അപ്പം ഓക്കെ, നമുക്ക് പോവാം. എല്ലാവരും കൂടെ വേണം കേട്ടോ, എല്ലാവരും ഉണ്ടെങ്കിലല്ലേ നമുക്ക് രസമുള്ളൂ. ഓക്കെ, യാത്ര പോവാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തുടരുകയാണ് കേട്ടോ. നമ്മൾ ലഗേജൊക്കെ കയറ്റി വെച്ച് ഒക്കെ ഫുള്ളാണ്. അപ്പോൾ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക്, കുട്ടേസിയിലാണ് നമ്മളിന്ന് ഹാൾട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 300 ചില്ലാനം കിലോമീറ്റർ ഉണ്ട് കുട്ടേസിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, വിദേശ റോഡുകളിൽ കൂടിയുള്ള ഒരു ഡ്രൈവിങ് ഒരു രസമല്ലേ. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. എൻ്റെ അടുത്തുണ്ട് ഇൻ്റർനാഷണൽ ലൈസൻസ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഡ്രൈവിങ്. കാരണം നമ്മൾ മലേഷ്യ ലങ്കാവി ദ്വീപ് പോയപ്പോൾ അവിടുന്ന് റെൻ്റേ കാർ എടുത്ത്, അതും ഈ സിസ്റ്റം തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതുമല്ല, അത്ര ഒരു തിരക്ക് റോഡല്ലല്ലോ, മലയോര ഹൈവേ അല്ലേ, വല്ലപ്പോഴും കടന്നു പോകുന്ന വാഹനങ്ങളേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം 2 വരിയേ ഉള്ളെങ്കിൽ കൂടി അത് നല്ല വീതിയിലുള്ള റോഡുകളാണ്, പിന്നെ നല്ല റോഡും. അപ്പോൾ ആർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി നേരം ഡ്രൈവ് ചെയ്തു. എന്തായാലും ആസ്വദിച്ച് നമ്മൾ ജോർജിയയിൽ പോയിട്ട് ഡ്രൈവ് ചെയ്യുന്ന പറയുന്ന ആ ഒരു ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. എന്താ രസം ആകാശം കാണാൻ, ഏതോ ചിത്രകാരൻ്റെ മോഡേൺ പെയിൻറ്റിങ് മാതിരിയില്ലേ. നല്ല മേഘങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ നമുക്ക് എവിടുന്നോ അങ്ങനെ മഴ കിട്ടിയില്ല. ഫസ്റ്റ് ഡേയിലുള്ള ഒരു ചെറിയ ചാറ്റൽ മഴ വെച്ചാൽ പിന്നെ എവിടെയും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇത് ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് പെയ്യുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പോവുമായിരിക്കും. മലനിരകളാൽ സമ്പുഷ്ടമാണ് കേട്ടോ ജോർജിയൻ നഗരം. ഭഗവാൻ കനിഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യം. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒക്ടോബറല്ലേ, ഇതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കാവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ വൈബ് തീർത്തും മാറും കേട്ടോ. പിന്നെ അതെല്ലാം മലകളൊക്കെ ഐസായിട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ മരങ്ങളൊക്കെ ഫുള്ളി മഞ്ഞ കളർ ആ ഒരു ലെവലിലേക്ക് മാറും, ഐസ് കാലാവും. അപ്പോഴാണ് ശരിക്കും ടൂറിസ്റ്റുകൾ വരുന്നത്. പക്ഷേ 365 ദിവസവും സന്ദർശിക്കാൻ പറ്റിയൊരു രാജ്യമാണ് ജോർജിയ. ഇനി നമുക്ക് പോകേണ്ടത് നമ്മളെ ഹോട്ടലിലേക്കാണ്. 350 കിലോമീറ്റർ നിന്ന് നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പം ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇനി ഇവിടുന്ന് കുറഞ്ഞ ദൂരം ഒരു 70 കിലോമീറ്റർ പോലെ ഇനിയും നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. നമ്മളിപ്പോൾ ഡ്രൈവർ 3 ആൾക്കും ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ട്. അപ്പോൾ 3 ആളും മാറി മാറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയൊരു ക്ഷീണമൊന്നുമില്ല. കുട്ടേസിയിലാണ് ഇന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. കുട്ടേസി ഒരു മലമ്പ്രദേശം തന്നെയാണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമെന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കിയപ്പോൾ. അപ്പോൾ അവിടെയാണ് നമ്മളെ ഹാൾട്ട്.